ലോകത്തിലുള്ള സകല സൃഷ്ടിയും നമ്മുടെ കർത്താവാരാണ്. നമ്മുടെ ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. അവനാകുന്ന സകലത്തെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ ഒഴികെ സകലതും അവൻ്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൻ കൽപ്പിക്കുമ്പോൾ കടന്നു പോകുകയും അവൻ കൽപ്പിക്കുമ്പോൾ മടങ്ങി വരികയും ചെയ്യുകയാണ് മറ്റുള്ള സകലതും. എന്നാൽ മനുഷ്യരെ അവയെ നോക്കിയിട്ട് ദൈവം പറയുകയാണ്, മനുഷ്യന് അല്പം കൂടെ സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കാനിടയിൽ തീർന്നു. സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്ന മനുഷ്യന് ഇന്ന് ഏത് ഭാഗത്തേക്കും പോകുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എങ്കിലും ദൈവത്താലുള്ള മനുഷ്യരോട് ദൈവം പറയുന്നത്, നിങ്ങൾ മടങ്ങി വരുവീൻ, മനുഷ്യപുത്രന്മാരെ നിങ്ങൾ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. ആരാ പറയുന്ന? ദൈവം പറയുകയാണ്. നമ്മുടെ കർത്താവ് സൃഷ്ടിതാവ് പറയുകയാണ്, മടങ്ങി വരുവീൻ. അങ്ങനെ സകലത്തെയും കർത്താവ് മടക്കി വരുത്തുവന്ന ദൈവാത്മാവ് ഇന്ന് പകൽക്കാലത്തിൽ ഒരാലോചന പറയുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മളത് വായിക്കുമ്പോൾ, ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വചനം ഒരാളൊന്ന് എടുത്ത് വായിച്ചാട്ടെ. ആ വചനം ഒന്ന്, ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 10 ഇരമ്യാവ് ഇപ്രകാരം പറയുകയാണ്. ആമേൻ. അവിടെ ദൈവവചനം ഇരമ്യാവ് പ്രവചിച്ചു പറയുന്ന ദൈവാത്മാവിനാൽ പ്രവചിച്ചു പറയുന്ന പ്രവചന ശബ്ദമാകുന്നു. ദൈവം മനുഷ്യനോട് സംസാരിക്കുകയാണ്, തൻ്റെ ജനത്തോട്. ആമേൻ. തൻ്റെ ജനം, ആമേൻ, തനിക്ക് ഒത്തിരി ജനമുണ്ട്. ആ ജനമൊക്കെയും ഭൂതലത്തൊക്കെയും ചെതറിപ്പോയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം ചെതറിയിരിക്കുകയാണ്. ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും ചൈനയിലേക്കും ശ്രീലങ്കയിലേക്കും റഷ്യയിലേക്കും ഇസ്രായേലിലേക്കും ഇങ്ങനെ ഒത്തിരി ഭൂതലത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ഒത്തിരി പേര് ചെതറിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനം, ഹല്ലേലൂയ, അവരെയൊക്കെയും മടങ്ങി വരണമെന്നാണ് ആമേൻ ദൈവാത്മാവ് ആമേൻ ഹല്ലേലൂയ പറയുന്നത്. എല്ലാവരും മടങ്ങി വന്നേ തീരൂ. എല്ലാവരും മടങ്ങി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ഒരു വചനം എന്നെ ഇങ്ങനെ ഓർപ്പിക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ സംഖ്യ കടൽക്കരയിലെ മണൽത്തരി പോലെയായിരുന്നാലും ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. ആ ശേഷിപ്പാണ് മടങ്ങി വരുന്നവർ. ഭൂതലമാകെ ഇസ്രായേൽ ചിതറിക്കിടന്നാലും ഏതൊക്കെ വംശങ്ങളിൽ, ഭാഷകളിൽ, ഗോത്രങ്ങളിൽ, കുലങ്ങളിൽ കിടന്നാലും അതിൻ്റെ അകത്തു നിന്ന് ഒരു ജീവനായകൻ, നമുക്കൊരു സൃഷ്ടാവുണ്ട് എന്ന് ഓർത്ത് അനുദപിച്ച് മടങ്ങി വരുന്നവനെ കർത്താവ് ചേർത്തുകൊള്ളുമെന്നാണ് ദൈവാത്മാവ് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവാത്മാവ് പറയുന്ന വചനമാകുന്നു. വായിച്ചാലും ജാതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ, ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പീൻ. ഇസ്രായേലിനെ ചിതറിപ്പിച്ചവൻ അവനെ കൂട്ടിച്ചേർക്കും. ഒരിടയൻ തന്റെ കൂട്ടത്തെ. ഹല്ലേലൂയ. ഇവിടെ ഫസ്റ്റ് പറഞ്ഞത് ജാതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. രണ്ടാമത് എന്താ പറഞ്ഞത്? ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പീൻ. യഹോവയുടെ വചനം. ജാതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ, ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പീൻ. ഇസ്രായേലിലെ ചിതറിച്ചവൻ അതിനെ മടക്കി വരുത്തും. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? മടക്കി വരുത്തിയിരിക്കുന്നു അല്ലേ? ക്രൈസ്തവരോട് മടക്കി വരുത്തിയിരുന്നു. ജാതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയുടെ വചനം. ജാതികൾ എന്ന് പറയുന്നത് ആരാണ്? ലോകമൊക്കെയും ജാതികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, വംശങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ഭാഷകളെ നിറഞ്ഞിരിക്കുകയാണ്, ഗോത്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ലോകത്തിൽ നോക്കിയാൽ ഒരു സമാധാനവുമില്ല. സമാധാനം ഉണ്ടാകണമെങ്കിൽ മടങ്ങി വരണം. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ മാത്രമേ ഒരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി തങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് മടങ്ങി വരാതെ ആമേൻ ലോകപ്രകാരം
ലോകത്തോടുകൂടെ വാദിച്ചും ലോകത്തോടുകൂടെ മത്സരിച്ചും നിൽക്കുകയാണെങ്കിൽ നശിച്ചു പോകുവാനിടയെ തീരും. ആയതുകൊണ്ട് എല്ലാവരും ലോകത്തിലുള്ള സകല ജാതിയും വർണ്ണങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ദൈവത്തിൻ്റെ മക്കൾ, ദൈവമക്കൾ മടങ്ങി വരണമെന്നാണ്, ദൈവത്തിൻ്റെ ജനം മടങ്ങി വരണമെന്നാണ് ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുന്നത് എന്ന് പകൽക്കാലത്തിൽ ആ വചനങ്ങളെ പറയുന്നത്. ദ്വീപുകളിൽ പോഷിപ്പിൻ, ദ്വീപുകളിൽ എല്ലാ ഭൂമിയുടെ ഇതര ഭാഗങ്ങളിലുമുള്ള എല്ലാ രാജ്യങ്ങളിലും എല്ലാ ദ്വീപുകളിലും അതിനെ പ്രസ്താവിപ്പീൻ, മടങ്ങി വരുവീൻ. ആമേൻ, ഹല്ലേലൂയ. മടങ്ങി വന്ന മക്കളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവസന്നിധിയിലുള്ള മക്കൾ മടങ്ങി വന്ന് ലോകപ്രകാരമുള്ളവരല്ല ഇപ്പം നമ്മൾ കൂടിയിരിക്കുന്നത്, ദൈവിക പ്രകാരമുള്ളവർ. ലോകത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ അകപ്പെട്ട് ലോകജാതി വർണ്ണ ഭാഷ ഗോത്രങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ അകപ്പെട്ട് ഹല്ലേലൂയ ജീവിതം നയിച്ചു പോരുന്നവരായിരുന്നു. എന്നാൽ ദൈവിക പ്രകാരം ആയതിൻ്റെയൊക്കെ നടുവിൽ നിന്ന് നമ്മൾ വേർപെട്ട് ദൈവമക്കളായി തീർന്നവരാണ്. ആമേൻ, ദൈവശബ്ദം കേട്ട് ആമേൻ വഴികളിൽ നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആമേൻ, ഇപ്രകാരം ആമേൻ ഭൂതലത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന സകലരും ആലയിൽ ദൈവശബ്ദം കേട്ട് മടങ്ങി വരണമെന്ന് ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ മടക്കി വരുത്തും. അങ്ങനെ സകലരും മടങ്ങി നാളുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര തന്നെ ലോകം മത്സരിച്ചാലും, ലോകത്തിൻ്റെ എതിർപ്പുകൾ, ലോകത്തിൻ്റെ നടത്തിപ്പുകൾ, ലോകത്തിൻ്റെ നായകന്മാർ എത്ര തന്നെ എതിർത്ത് നിന്നാലും ഞങ്ങൾ ഇന്ന വംശം, ഇന്ന ജാതി, ഇന്ന ഗോത്രം, ഞങ്ങൾ മടങ്ങി വരത്തില്ല. ഹിന്ദു പറയാണ് ഞാൻ മടങ്ങി ഹിന്ദു ഹൈന്ദവ വംശം പറയുന്ന അവർ ഞങ്ങൾ മടങ്ങി വരത്തില്ല, ഞങ്ങൾ ഹൈന്ദവ വംശമാണ്. ഇസ്ലാം വംശം പറയുന്നു ഞങ്ങൾ ഇസ്ലാം വംശജരാണ്, ഞങ്ങൾ മടങ്ങി വരത്തില്ല. ക്രിസ്തു അവൻ്റെ പക്ഷത്തിലേക്ക് ഞങ്ങൾ വരത്തില്ല, സൃഷ്ടാവിങ്കിലേക്ക് ഞങ്ങൾ വരത്തില്ല. ജൈന മതക്കാർ പറയുന്നത് ഞങ്ങൾ വരത്തില്ല, പാർസി മതക്കാർ പറയുന്നത് ഞങ്ങൾ വരത്തില്ല, സിഖ് മതക്കാർ പറയുന്നത് ഞങ്ങൾ വരത്തില്ല, സിംഘാളർ പറയുന്നു വരത്തില്ല. ആമേൻ. അങ്ങനെ ഒത്തിരി ജാതി വർണ്ണ ഭാഷ ഗോത്രങ്ങൾ പറയുന്നു ഞങ്ങൾ വരത്തില്ല എന്ന് പറഞ്ഞാലും, ആരൊക്കെ എത്രത്തോളം മത്സരിച്ച് നിന്നാലും അതിൻ്റെ നടുവിൽ നിന്ന് ജീവനായകനെ സൃഷ്ടാവിനെ രുചിച്ചറിഞ്ഞ് മടങ്ങി വരുന്നവരെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കുകയാണ്. പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് വിശ്വാസികളുടെ പിതാവാകുന്ന അബ്രഹാമിൻ്റെ മക്കൾ. ഹല്ലേലൂയ. ഇത്ര പേർക്ക് സന്തോഷമുണ്ട്. അബ്രഹാം ആമേൻ പിതാവാകുന്ന ആമേൻ വിശ്വാസികളുടെ പിതാവാകുന്ന അബ്രഹാമിന്റെ മക്കൾ. പറഞ്ഞു തെറ്റിപ്പോയി. വിശ്വാസികളുടെ പിതാവാകുന്ന അബ്രഹാമിന്റെ മക്കൾ എന്നതിനെ കുറിച്ചാകുന്നു. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ വേദവചനം വായിക്കുമ്പോൾ ആമേൻ ഭൂതലമാകെ പടർന്നിരിക്കുന്നത് അബ്രഹാമിന്റെ മക്കളാകുന്നു. ഹല്ലേലൂയ. ഭൂതലമാകെ പടർന്നിരിക്കുന്നത് അബ്രഹാമിന്റെ മക്കൾ. അബ്രഹാമിന്റെ മകൻ അബ്രഹാം ആരുടെ മകനാകുന്നു? ദൈവത്തിൻ്റെ മകനാകുന്നു. ദൈവത്തിൻ്റെ മകനാകുന്ന അബ്രഹാം ആമേൻ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം അവനെ നീതിമാനാക്കി തീർത്തു. ആയതുകൊണ്ട് അവൻ ആമേൻ ഭൂതലത്തിലുള്ള സകല ആമേൻ വംശങ്ങൾക്കും ഭാഷകൾക്കും ഗോത്രങ്ങൾക്കും വിശ്വാസികളുടെ പിതാവാക്കി തീർത്തു. അനേകർക്ക് അബ്രഹാമിനെ ആമേൻ പിതാവാക്കി തീർക്കുവാനിടയെ തീർന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം, നമ്മൾ 10-ാം അധ്യായം അതിൻ്റെ 32 വചനം 32 വായിക്കുമ്പോഴൊന്ന് വായിച്ചായിട്ട് ഉൽപ്പത്തി പുസ്തകം 32 അവിടെ ചിതറിപ്പോയ ആമേൻ ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ പ്രാരംഭത്തിൽ പറയുവാനിടയിൽ തീർന്നു, ഞാൻ ചിതറിച്ചതിനെ പിന്നെയും മടക്കി വരുത്തും. ചിതറിച്ചവനെ ചിതറിപ്പോയതിനെ പിന്നെയും മടക്കി വരുത്തും എന്ന് പറയുകയാണ് ഇവിടെ കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം അതിന് 32 വായിക്കുമ്പോൾ നോഹയുടെ പുത്രന്മാരുടെ കാലത്ത് ജാതികൾ പിരിയുവാനിടയിൽ തീർന്നു. നോഹയുടെ പുത്രന്മാർ പെട്ടകത്തിലൂടെ ആമേൻ പഴയ ഒരു കാലഘട്ടം ഒരു ന്യായവിധി ഉണ്ടായിരുന്നു. ആ ന്യായവിധി കഴിഞ്ഞ് നോഹയും പുത്രന്മാരും രക്ഷപ്പെടുവാനിടയിൽ തീർന്നു. ആ നോഹയുടെയും പുത്രന്മാരും ആമേൻ ആ ജലപ്രളയത്തിൽ ആ കാലഘട്ടത്തിലെ ന്യായവിധിയിൽ അവർ വിടുവിക്കപ്പെട്ടു. അവൻ പിന്നെയും രണ്ടാമത്തെ ഈ ഭൂതലത്തിൽ ഈ കാണുന്ന
ദൃശ്യമാകുന്ന ഈ ഭൂതലത്തിലേക്ക് അവർ വരുവാനിടയിൽ തീർന്നു. അവരുടെ പുത്രന്മാര് പെറ്റുപെരുകി ഭൂതലത്തിലേക്ക് അവരുടെ സന്തതി പരക്കുവാനിടയിൽ തീർന്നു എന്നുള്ളതാകുന്നു അവിടെ എഴുതപ്പെട്ടിരിക്കുന്ന വചനം. ഹല്ലേലൂയ. ആമേൻ. നോഹയുടെ പുത്രന്മാരിലൂടെ ജാതികൾ പിരിയുവാനിടയായി എന്ന് അവിടെ ദൈവാത്മാവ് പറയുന്നു. നോഹയുടെ കാലത്ത് ചിതറിപ്പോയവർ, ആ വചനം ഒന്ന് വായിച്ചാലും സിസ്റ്ററെ. ഇവർ തന്നെ ജാതിയായും കുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ. അതിൽ നിന്നാകുന്നു അവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞുപോയത്. അവിടെ ഒന്നാമത് പിരിഞ്ഞു പോയത് ആ കാലത്തിൻ്റെ നടുവിൽ നിന്നാകുന്നു ജാതികൾ പിരിഞ്ഞു പോയത്. ദൈവത്തിൻ്റെ മനുഷ്യര്, ദൈവം സൃഷ്ടിച്ച മനുഷ്യർ പിരിഞ്ഞു പോയത് ഒന്നാമത് ആ ജലപ്രളയം കഴിഞ്ഞ് ആമേൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നോഹയുടെ പുത്രന്മാരിൽ നിന്ന് ജാതികൾ പിരിഞ്ഞു പോകുവാനിടയിൽ തീർന്നു. ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുകയാണ്. രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത് ആമേൻ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ജനം തങ്ങൾ ചിതറിപ്പോകാതിരിക്കുവാൻ തക്കവണ്ണം ഒരു സ്ഥലത്ത് കൂടി അവർ ബാബേൽ എന്ന് പറഞ്ഞ ആമേൻ ഒരു ഗോപുരം പണിത് തങ്ങൾ ചിതറിപ്പോകാതെ വണ്ണം ഒരു ഗോപുരം പണിത് ആകാശം വരെ എത്തുന്ന ഒരു ഗോപുരം പണിത് അവിടെ ഹല്ലേലൂയ കൂടിയിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന് മനുഷ്യർ കരുതി. എന്നാൽ ദൈവം അവരുടെ ഗോപുരവും പണികളെയും ഒക്കെയും നോക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നിട്ട് അവരുടെ ഹല്ലേലൂയ അവരുടെ കൂട്ടായ്മ കണ്ടിട്ട് അവരെല്ലാവരും കൂടി ഇവിടെ തന്നെ ബാബേലിൽ തന്നെ കൂടിയിരിക്കുവാൻ വേണ്ടി നിശ്ചയിച്ചതിനാൽ ദൈവം അവരെ അവിടെ വന്നിട്ട് നോക്കിയപ്പോൾ കാണാം അവരുടെ ഭാഷയും അവരുടെ രീതികളും എല്ലാം ഒത്തൊരുമയോടെ ഇരിക്കുന്നു. ദൈവം അവരെ അവിടെ നിന്ന് ചെതറിപ്പാനിടയിൽ തീർന്നു. അവിടെ നിന്ന് അവരെ കലക്കി, അവരുടെ ഭാഷകളെ കലക്കി, അവർ തമ്മിൽ മനസ്സിലാക്കാൻ കഴിയാത്തത് അവരെ ചെതറിപ്പാനിടയിൽ തീർന്നു. അങ്ങനെ 2 പ്രാവശ്യം രണ്ടാമത് ചിതറിപ്പോവുകയാണ് മനുഷ്യൻ ഭൂതലത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ചിതറുകയാണ്. മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത് ചിതറിപ്പോമേൻ ആമേൻ ഹല്ലേലൂയ. അങ്ങനെ പട്ടണം പണി വിട്ട് അവര് ആമേൻ ഹല്ലേലൂയ വിട്ടുകളയാനിടയായി തീർന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം. മൂന്നാമത് പറയുന്നത് ആമേൻ അങ്ങനെ മൂന്നാമത് പറയാൻ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 9-ന്റെ 16 വായിക്കുക. അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാം ആമേൻ ഹല്ലേലൂയ ഒരു യാഗം കഴിപ്പാനിടയായി തീർന്നു. അബ്രഹാം നമ്മുടെ അബ്രഹാമിന് എന്താ നമ്മൾ പറഞ്ഞത്? വിശ്വാസികളുടെ പിതാവാകുന്നു അല്ലേ? അബ്രഹാം ദൈവത്തിനൊരു യാഗം അർപ്പിപ്പാനിടയെത്തുന്നു. ആ യാഗത്തിൽ ഹല്ലേലൂയ ആമേൻ യാഗവസ്തുക്കൾ അബ്രഹാം അർപ്പിച്ചപ്പോൾ അതിൽ ആമേൻ ഒരു പ്രാവും കുഞ്ഞിനെ ആമേൻ അതിന് ദൈവഹിതം പോലെ അതിന് അർപ്പിച്ചില്ല. ആ യാഗപീഠത്തിന്മേൽ ദൈവവും അബ്രഹാമുമായിട്ടുള്ള ബന്ധത്തിൽ ആമേൻ ആ യാഗം കഴിക്കുമ്പോൾ ആ യാഗപീഠത്തിൽ ഹല്ലേലൂയ യാഗപീഠത്തിൽ അബ്രഹാം മൃഗാദികളെയൊക്കെയും ക്ലീൻ ചെയ്ത് തോലുരിച്ച് വൃത്തിയാക്കി അതിൻ്റെ കുടലെല്ലാം മാറ്റി അതിനെ ഭംഗിയായിട്ട് യാഗപീഠത്തിൽ വയ്ക്കുവാനിടയിൽ. എന്നാൽ പ്രാവിൻ കുഞ്ഞിനെ അതിൽ യാഗമർപ്പിച്ചപ്പോൾ ഒരു ചെറിയ പ്രാവിൻ കുഞ്ഞിനെ ഇതിന് ഹല്ലേലൂയ അതിനെ ശുദ്ധീകരണം ചെയ്തില്ല. അങ്ങനെ അതിനെ മുഴുവനെ വയ്പ്പാനിടയിൽ തീർന്നു. അതിനെ അറുത്ത് അതിൻ്റെ അകത്തുള്ള മാലിന്യങ്ങളെ നീക്കാതെ പ്രാവിൻ കുഞ്ഞിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചത് കൊണ്ട് ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം പറഞ്ഞു അവൻ്റെ ഈ യാഗപീഠത്തിൽ നിന്ന് ഉയർന്ന സൗരഭ്യവാസന ഹല്ലേലൂയ നുകരുവാൻ വന്ന കർത്താവ് പറഞ്ഞു, ദൈവം പറഞ്ഞു, നീ ഇപ്രകാരം എല്ലാം ക്ലിയറായിട്ട് ചെയ്തു. ആമേൻ. ഈ ഒരു ചെറിയ കാര്യം മാത്രം നീ തുച്ഛീകരിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ആമേൻ അതൊരു ചെറിയ കാര്യമെന്ന് ചിന്തിച്ചതുകൊണ്ട് ഇത് നിമിത്തം നിന്റെ സന്തതികൾ 400 വർഷം പ്രവാസത്തിലേക്ക് പോകും, ചിതറിപ്പോകും എന്ന് പറയുന്നിടന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒത്തിരി ജനം അബ്രഹാമിൽ നിന്ന് ചിതറിപ്പോയി. ഹല്ലേലൂയ. ഒത്തിരി ജനം ചിതറിപ്പോയി. ഞാൻ പ്രാരംഭത്തിൽ ഇരമ്യാ പ്രവാചകനിലൂടെ വായിപ്പാനിടയിൽ തീർന്നു. ആമേൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവരെ മടക്കി വരുത്തും. ദൈവം പലതരത്തിൽ ജനത്തെ ഭൂതലത്തിന് നാനാഭാഗത്തും അവൻ്റെ ഭൂമിയിൽ വേല ചെയ്യുവാൻ വേണ്ടി ചിതറിച്ചോട്ടിച്ചു വിട്ടിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ വംശങ്ങളായി, ഭാഷകളായി, ഗോത്രങ്ങളായി ഭൂതലത്തിൽ നിലകൊള്ളുകയാണ്. ഹല്ലേലൂയ.
ഇന്ത്യയിലേക്ക് വന്നവർ ഹല്ലേലൂയ ഹൈന്ദവരെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. ചൈനയിലേക്ക് പോയവർ ബുദ്ധമതക്കാരെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് റഷ്യയിലേക്കൊക്കെ ആ സൈഡിൽ പോയവർ ആമേൻ ജൈനമതം, പാർസി മതം, ആമേൻ ഹല്ലേലൂയ ആമേൻ അങ്ങനെയൊക്കെ പറഞ്ഞ് സിംഹാള മതം, ആമേൻ ഇന്ത്യയിലേക്ക് നോക്കിയാൽ ഒത്തിരി മതങ്ങളാണ്, ഒത്തിരി ദൈവങ്ങളാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം ഒന്നേ ഉള്ളൂ. അങ്ങനെ ചെതറിപ്പോയവരുടെ ജീവിതത്തിലാണ് ഒത്തിരി മതങ്ങളും ഒത്തിരി ദേവന്മാരും ഒക്കെ ഉണ്ടാകുവാനിടയെ തീർന്നത്. ഹല്ലേലൂയ. അങ്ങനെ എവിടേക്ക് പോയി എത്ര മതങ്ങളിലൊക്കെ ചേർന്നിരുന്നാൽ, ആരെയൊക്കെ ആമേൻ നമസ്കരിച്ചാലും ആരെയൊക്കെ സേവിച്ചാലും ദൈവം എന്ന കർത്താവ് സൃഷ്ടാവ് എല്ലാവരെയും മടക്കി വരുത്തും എന്നാകുന്നു ദൈവവചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏത് ഭാഷകളിൽ, ഏത് ഗോത്രങ്ങളിൽ, ഏത് ജാതിയിൽ ഹല്ലേലൂയ ചിലപ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മക്കൾ ചെതറി മുസ്ലിമുകളുടെ ഭാഗത്തേക്ക് പോയാൽ അവിടെ നിന്ന് അവർ മടക്കി വരുത്തും. രണ്ടാമത് ആമേൻ മറ്റുള്ള ഹൈന്ദവ മതത്തിലേക്ക് പോയാൽ അവരെ മടക്കി വരുത്തും. ഏതൊരു മതത്തിൽ, ഏതൊരു മാർഗത്തിൽ പോയാലും അവരെ മടക്കി വരുത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ഹല്ലേലൂയ ആമേൻ. ഉൽപ്പത്തി പുസ്തകം മടക്കി വരുത്തുന്ന കർത്താവ് പിന്നെയും പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2ഉം 3ഉം വചനം ഒന്ന് വായിച്ചാട്ടെ ആരെങ്കിലും ഒന്ന്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-3 വചനം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അവിടെ അങ്ങനെ അബ്രഹാമിനോട് പറയണം. നമ്മുടെ ചിന്താവിഷയം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ദൈവം ഹല്ലേലൂയ തൻ്റെ ജനത്തെ എവിടെയൊക്കെ ഏതൊക്കെ ഭാഷകളിലോ ഗോത്രങ്ങളിലോ കുലങ്ങളിലോ എവിടെയൊക്കെ ചിതറി പാർത്താലും മടക്കി വരുത്തും. ഹല്ലേലൂയ. മടക്കി വരുത്തുന്നവനാണ് നമ്മുടെ കർത്താവിന് എന്നുള്ളതിനെ ആസ്പദമാക്കിക്കൊണ്ടാകുന്നു ആമേൻ എന്ന് ദൈവസഭയിൽ കൈമാറുന്നത്. ഹല്ലേലൂയ. ഇവിടെ പോയി അബ്രഹാമിനോട് ഒന്നാമത് പറഞ്ഞു. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. ദൈവം അബ്രഹാമിനോട് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു പറഞ്ഞത് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഹല്ലേലൂയ. രണ്ടാമത് പറഞ്ഞത് പിന്നെയും ദൈവം അബ്രഹാമിനോട് സംസാരിച്ച് പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. പിന്നെയും ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നു, നീ ഒരു അനുഗ്രഹമായിരിക്കും. പിന്നെയും ദൈവം അബ്രഹാമിനോട് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. പിന്നെയും ദൈവം അബ്രഹാമിനോട് സംസാരിച്ച് പറയുന്നത് നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. പിന്നെയും ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നവർ നിന്നാൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഇങ്ങനെ പറയാണ്. പ്രാരംഭത്തിൽ പറയുകയാണ് അബ്രഹാമിനോട് പറയുന്ന കാര്യം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ ജാതിയാക്കും. അബ്രഹാമാണ് ആമേൻ വിശ്വാസികളുടെ പിതാവ്. ആമേൻ വിശ്വാസികളുടെ പിതാവ്, ജാതികളുടെ പിതാവ് എന്ന് പറയുന്നത് അബ്രഹാമാണ്. ആമേൻ അബ്രഹാമിൽ നിന്നാണ് ഭൂതലത്തിലേക്ക് ഒക്കെയും ആമേൻ ആമേൻ ചിതറിപ്പോയ മനുഷ്യരൊക്കെ അബ്രഹാമിൻ്റെ മക്കളാകുന്നു. ഹല്ലേലൂയ. അബ്രഹാമിന് ഒത്തിരി മക്കളുണ്ടായിരുന്നു. അബ്രഹാമിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? അബ്രഹാമിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ ഒന്നാമത് ഇവിടെ ആ വചനം ഒന്ന് വായിച്ചാൽ ഇത് എന്ന് പറഞ്ഞാൽ അബ്രഹാമിനോട് 1-2 വചനം. ഉൽപ്പത്തി പുസ്തകം 2-3 വചനങ്ങൾ. 12:1-2-3. വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ അബ്രഹാമിൽ നിന്നാണ്
എല്ലാ ജാതികളും പുറപ്പെട്ടു പോയിരിക്കുന്നത്. അബ്രഹാമാകുന്നു ജാതികളുടെ ഹല്ലേലൂയ സകല ജാതി അബ്രഹാമിൽ നിന്നാകുന്നു. ഇവിടെ പറയുന്നത് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിനാൽ മാത്രമാണ് അനുഗ്രഹം. അബ്രഹാമിനെയാണ് ദൈവം അനുഗ്രഹിച്ചത്. നിന്നാൽ സകല ജാതികൾ, ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. അങ്ങനെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഹല്ലേലൂയ അബ്രഹാമിലേക്ക് വരണം. ആമേൻ. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിൽ നിന്ന് ഒത്തിരി പേര് പിരിഞ്ഞിപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ. അബ്രഹാമിൽ നിന്ന് ഞാൻ പറഞ്ഞുവല്ലോ ഒത്തിരി മക്കളുണ്ടെന്ന്. അബ്രഹാമിന് ഒത്തിരി മക്കളുണ്ട്. മാത്രമല്ല അബ്രഹാമിൻ്റെ ഭാര്യമാർ 3 മക്കൾ, മൂന്നാകുന്നു. ഒന്നാമത്തെ ഭാര്യയുടെ പേരാകുന്നു സാറ, രണ്ടാമത്തെ ഭാര്യയുടെ പേരാകുന്നു കാഹർ, മൂന്നാമത്തെ ഭാര്യയുടെ പേരാകുന്നു കെതൂറ. ഹല്ലേലൂയ. ബൈബിൾ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ സാറയുടെ മക്കൾ ആരാകുന്നു? സാറയുടെ മക്കൾ ഹല്ലേലൂയ ആരാ പേര്? ഇസഹാക്കാകുന്നു. ഇസഹാക്ക് യാക്കോബ്. ആ ക്രിസ്തീയ വംശം മുഴുവനും സാറയുടെ മക്കളാകുന്നു. എന്നാൽ രണ്ടാമത്തെ ഭാര്യയാകുന്ന സ്തോത്രം ഹല്ലേലൂയ അബ്രഹാമിൻ്റെ രണ്ടാമത്തെ ഭാര്യ ആയിരിക്കുന്ന സാറയുടെ മക്കളാകുന്നു ഖാഗറിന്റെ മക്കളാകുന്നു ഇസ്മായേൽ. ആ ഖാഗറിൽ നിന്നാകുന്നു ഹല്ലേലൂയ മുസ്ലിമുകൾ, ഇസ്ലാമികർ പുറപ്പെട്ടത്. ഇസ്ലാമിൻ്റെ മുസ്ലിമുകളുടെ പൂർവ്വപിതാവാകുന്നു ഇസ്മായേൽ. അതിൽ നിന്നാകുന്നു മുസ്ലിമുകളൊക്കെയും പുറപ്പെടുവാനിടയിൽ തീർന്നത്. ഹല്ലേലൂയ. അങ്ങനെ രണ്ടാമത്തെ ഭാര്യയിൽ നിന്ന് ഒന്നാമത്തെ ഭാര്യയിൽ നിന്ന് ഇസഹാക്കും യാക്കോവും ഒക്കെ ക്രിസ്തീയ വംശം പുറപ്പെടുവാനിടയിൽ തീർന്നു. രണ്ടാമത്തെ ഭാര്യയാകുന്ന ഹല്ലേലൂയ ഖാഗറിൽ നിന്ന് സകല മുസ്ലിമുകൾ ഇസ്ലാമും വംശം മുഴുവൻ പുറപ്പെടുവാൻ തീർന്നു. എന്നാൽ അബ്രഹാമിൻ്റെ മൂന്നാമത്തെ ഭാര്യയായിരുന്ന കെതൂറയുടെ വംശപാരമ്പര്യം പറയുന്നത്, കെതൂറിൻ്റെ മക്കൾ എന്ന് പറയുന്ന കെതൂറയ്ക്ക് ഹല്ലേലൂയ 6 മക്കൾ. അബ്രഹാമിൻ്റെ മൂന്നാമത്തെ ഭാര്യ 6 മക്കൾ. അവരുടെ മക്കൾ സ്വതന്ത്രം 10 മക്കളെ പ്രസവിച്ചു. അങ്ങനെ 16 മക്കൾ. അങ്ങനെ അവർക്ക് 16 മക്കൾ. ഇങ്ങനെ ഒന്നാമത് പറഞ്ഞത് സാറയുടെ മക്കൾ, അബ്രഹാമിൻ്റെ ഭാര്യ എന്ന സാറയുടെ മക്കൾ ഇസഹാക്കും യാക്കോബും. ആ ഇസ്രായേൽ വംശം, ക്രിസ്തീയ വംശം, യഹൂദ വംശം. ഹല്ലേലൂയ. ഒരു ജാതി. രണ്ടാമത്തെ ജാതി ഇസ്ലാം വംശം. ഹല്ലേലൂയ. ആരുടെ പേരൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല എന്ന് സ്വതന്ത്രം. ഹല്ലേലൂയ. രണ്ടാമത്തെ വംശം ആരാണ്? ഖാഗറിന്റെ വംശം, മുസ്ലിമുകൾ. ഹല്ലേലൂയ. രണ്ടാമത്തെ വംശം. മൂന്നാമത്തെ വംശം ആരാണ്? കെതൂറയുടെ വംശം. കെതൂറുടെ വംശം എന്ന് പറയുന്നത് ഭൂതലത്തിൽ ചെതറിപ്പാർക്കുന്ന മുഴുവൻ പേരും കെതറി. ഈ മുസ്ലിം വംശവും യഹൂദ വംശവും ഒക്കെ ഒഴികെ ഇന്ത്യ മഹാരാജ്യത്തിലും ചൈനയിലും ഫ്രാൻസിലും ഹല്ലേലൂയ ഭൂമിയിലെ ഒത്തിരി ഭാഗങ്ങളിൽ പാർക്കുന്ന മുഴുവൻ പേരും കെതൂറയുടെ വംശങ്ങളാകുന്നു. കെതൂറയുടെ വംശം. ആ കെതൂറയുടെ വംശങ്ങളെക്കുറിച്ച് ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 25. ഉൽപ്പത്തി പുസ്തകം 25-ന്റെ 1 മുതൽ 6 വരെ വായിച്ചാട്ടെ. വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ
തന്നെ ആ അവരെ തന്റെ മകനായ ഇസ്ഹാക്കിന്റെ അടുക്കൽ നിന്ന് ആ കിഴക്കുദേശത്തേക്ക് അയച്ചു. ഒന്നുകൂടി വായിച്ചാട്ടെ. അബ്രഹാം എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസ്ഹാക്കിന് കൊടുത്തു. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ. ആമേൻ. ഈ കെതൂറ എന്ന മൂന്നാമത്തെ ഭാര്യ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ വെപ്പാട്ടിയാകുന്നു. ആ വെപ്പാട്ടിയാകുന്ന കെതൂറയ്ക്ക് അബ്രഹാം ദാനങ്ങളെ കൊടുത്ത് അബ്രഹാമിന്റെ മക്കളോടുകൂടെ അബ്രഹാമിൽ പിറന്ന മക്കളോടുകൂടെ കെതൂറയിൽ പിറന്ന മക്കളോടുകൂടെ ദാനങ്ങളെ കൊടുത്ത് കിഴക്കരുടെ ദേശത്തേക്ക് യാത്ര അയച്ചു എന്നുള്ളതാകുന്നു ചരിത്രം പറയുന്നത്. അപ്പൊ ഞാൻ വായിച്ചാലും അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസ്ഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു. അബ്രഹാമിന്റെ ആയുഷ്കാലം 175 സംവത്സരമായിരുന്നു. അങ്ങനെ അബ്രഹാമിന്റെ മക്കളൊക്കെ അങ്ങനെ ഹല്ലേലൂയ ആ കെതൂറുടെ മക്കളാകുന്നു. അവിടെ ഒത്തിരി പേരുടെ അവിടെ കെതൂറുടെ മക്കളെ കുറിച്ച് പറയുന്ന ഇപ്രകാരമാകുന്നു. കെതൂറുടെ മക്കള് 6 പേര്. എന്നാൽ അവരുടെ മക്കളെ കുറിച്ച് 19 പേരുടെ പേരെഴുതിയാണ്. ഒന്നാമത്തെ കെതൂറുടെ മക്കളെ സിമ്രാൻ, രണ്ടാമത്തെ ആളുടെ പേര് യോഷ്ഖാൻ, മൂന്നാമത് മെഗ്ദാൻ, അടുത്ത് മിദ്യാൻ, അത് ഇഷ്ബാക്ക്, അത് ഷൂവാഗ്. ഇത്രയും പേര് കെതൂറുടെ മക്കളാണ്. ആമേൻ. അവരുടെ മക്കൾ എന്ന് പറയുന്നത് 9 പേരെ കുറിച്ച് പിന്നെ എഴുതിയിരിക്കുകയാണ്. ഇങ്ങനെ ജാതികള് ഒത്തിരി ഭൂതലത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് പിരിയുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. കിഴക്കരുടെ ദേശത്തേക്ക് അബ്രഹാം തൻ്റെ 3ാമത്തെ ഭാര്യയാകുന്ന മക്കളെ കിഴക്കരുടെ ദേശത്തേക്ക് തങ്ങൾക്കുള്ള അവകാശങ്ങളൊക്കെ കൊടുത്ത് അങ്ങോട്ട് അയപ്പാനിടയിൽ തീർന്നു. അങ്ങനെ ഈ മനുഷ്യരൊക്കെയും അബ്രഹാമിൻ്റെ സന്തതികളെയും അബ്രഹാമിൻ്റെ മക്കള് കെതൂറയിലൂടെ ജനിക്കപ്പെട്ട മക്കളൊക്കെ ഇന്ത്യ മഹാരാജ്യത്തിലും അല്ലെങ്കിൽ ചൈനയിലും ശ്രീലങ്കയിലും ഹല്ലേലൂയ റഷ്യയിലും ഉത്തര കൊറിയയിലും ഇങ്ങനെ ഭൂമിയുടെ ഇതര ഭാഗങ്ങളിൽ കയറി പാർക്കുവാനിടയിൽ തീർന്നു. അവരൊക്കെ ജാതികളായി തീരുവാനിടയിൽ തീർന്നു. അവർക്കൊക്കെ അവരവർ ഓരോ ദേവന്മാരെ പ്രതിഷ്ഠിക്കുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ഞാനും ചിന്തിച്ചു നോക്കിയപ്പോൾ ദൈവാത്മാവ് പറഞ്ഞാണ് അവരെ നടത്തിപ്പില്ലാതെ പോയതുകൊണ്ട് അവരുടെ ആ കെതൂറിയുടെ മക്കൾക്ക് അവരുടെ സൃഷ്ടാവ് ആരാണെന്ന് പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കുവാൻ ആളില്ലാത്തത് കൊണ്ട് അവർ തോന്നിയ ദേവന്മാരെ സ്ഥാപിച്ചു. അവർ ഹിന്ദുവെന്നും ഒരു ഭാഗത്ത് ബൗദ്ധനെന്നും ഒരു ഭാഗത്ത് ജൈനനെന്നും ഒരു ഭാഗത്ത് പാർസിയെന്നും ഒക്കെ പേര് മതങ്ങളെ പേരിട്ട് അങ്ങനെയൊക്കെ ജീവിക്കുകയാണ്. അങ്ങനെ ഇവിടെ ദൈവജനം പറയുന്നത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഓരോരുത്തർ ചെതറിപ്പോയാലും അവിടെ നിന്നൊക്കെയും ഓരോരുത്തരെയും എല്ലാവരെയും മടക്കി വരുത്തുന്നതാണ് ദൈവം. ഹല്ലേലൂയ. എന്നാൽ അബ്രഹാമിൻ്റെ 1ാമത്തെ ഭാര്യയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ആമേ. 1ാമത്തെ ഭാര്യയാകുന്നു സാറയുടെ പുത്രന്മാരാകുന്നു ഇസ്രായേലർ, യഹൂദന്മാര്. അതവരിലൂടെ പരിണമിച്ച ക്രിസ്തീയ വംശം മുഴുവനും സാറയുടെ സന്തതികളാകുന്നു. 2ാമത് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. 2ാമത്തെ പേര് ഖാഗറിന്റെ സന്തതി ഗൾഫ് രാജ്യത്തിൽ സൗദി അറേബ്യയുടെ ഭാഗങ്ങളിലൊക്കെ പാർക്കുന്ന ഹല്ലേലൂയ മുസ്ലിമുകൾ, ഇസ്മായേലിയർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അറബിക്കാരൊക്കെയും സാറയുടെ മക്കളാകുന്നു. ഹല്ലേലൂയ. ഖാഗറിന്റെ മക്കൾ തെറ്റിപ്പോകുന്നു. എന്തോ സ്വോത്രം തെറ്റിപ്പോകുന്നു. സ്വോത്രം. ആമേ. 1ാമത്തെ ഭാര്യയുടെ മക്കൾ ഇസ്രായേലിയർ, 2ാമത്തെ ഭാര്യയുടെ മക്കൾ ഇസ്മായേലിയർ, 3ാമത്തെ ഭാര്യയുടെ മക്കൾ ഹൈന്ദവ ദേശക്കാരും ചൈനക്കാരും റഷ്യക്കാരും ഭൂമിയിൽ പാർക്കുന്ന ഒത്തിരി ജാതി വർണ്ണ ഭാഷാ ഗോത്രങ്ങളൊക്കെയും കെതൂറിയുടെ മക്കളാണ്. ഇവരെ എല്ലാവരെയും സൃഷ്ടാവ് മടക്കി വരുത്തുന്നാകുന്നു. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ ഇന്ത്യയിൽ നോക്കിയാൽ ഞങ്ങൾ ഹിന്ദുക്കള്, ഞങ്ങൾക്ക് ഹൈന്ദവ ദേവനുണ്ട്, ഞങ്ങൾ മടങ്ങി വരത്തില്ലെന്ന് വാദിക്കുന്നവരുണ്ട്.
എന്നാൽ ഹല്ലേലൂയ ആരൊക്കെ എവിടെ പോയാലും ഹല്ലേലൂയ അബ്രഹാമിൻ്റെ മക്കൾ എവിടെയൊക്കെ ചെതറിപ്പോയാലും ഹല്ലേലൂയ ക്രിസ്തീയ വംശത്തിൽ നിന്ന് ചെതറിപ്പോയാലും ഹൈന്ദവ വംശത്തിൽ ചെതറിപ്പോയാലും ഹല്ലേലൂയ എവിടെയൊക്കെ ചെതറിപ്പോയാലും ഇസ്ലാം വംശത്തിൽ നിന്ന് ചെതറിപ്പോയാലും എല്ലാവരെയും കർത്താവ് മടക്കി വരുത്തും എന്നുള്ളതാകുന്നു. ഹല്ലേലൂയ. അങ്ങനെ മടക്കി വരുത്തുന്ന കാലത്തിൻ്റെ നടുവിലാകുന്നു ആമേൻ നമ്മളൊക്കെയും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചൈനക്കാരുടെ ഹല്ലേലൂയ പൂർവ്വ പിതാവാരെന്ന് അവർക്കറിയത്തില്ല. ചൈനക്കാർക്ക് ഇന്ന് ദേവനില്ലെന്ന് പറഞ്ഞാണ് ചൈനക്കാർ നിൽക്കുന്നത്. ചൈനക്കാർ ഒരു ബുദ്ധമത ദേവനെ പ്രതിഷ്ഠിച്ച് ഇതാകുന്നു ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. റഷ്യക്കാരൻ എങ്ങനെ നിൽക്കുന്നു? മറുത്തു മത്സരിച്ച് നിൽക്കുന്നുണ്ട്. ഇന്ത്യക്കാരൻ ഒത്തിരി ദേവന്മാരെ പ്രതിഷ്ഠിച്ച് ഒത്തിരി മത ആചാരങ്ങളും ഒക്കെ ആചരിച്ച് ഇന്ത്യയിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാരൻ്റെയും ജപ്പാൻകാരൻ്റെയും ഹല്ലേലൂയ സിഖുകാരൻ്റെയും ഹൈന്ദവൻ്റെയും ബൗദ്ധൻ്റെയും ജൈനൻ്റെയും പിതാവെന്ന് ആരെന്ന് ചോദിച്ചാൽ അബ്രഹാമാണ്. അബ്രഹാമിൽ നിന്നാണ് ഇതൊക്കെയും പിരിഞ്ഞ് ഭൂതലത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോകുവാനിടയിൽ തീർന്നത്. ദൈവം പറയുന്നു ആമേൻ ആരൊക്കെ എങ്ങോട്ട് ചിതറിപ്പോയാലും ഞാൻ അവരെയൊക്കെ മടക്കി വരുത്തും. അല്ല, അബ്രഹാമിൽ നിന്ന് മാത്രമല്ല ചിതറിപ്പോയത്, ദൈവം ചിതറിച്ച് കളഞ്ഞാൽ പോലും ദൈവം അവരെയൊക്കെ മടക്കി വരുത്തും. ഒന്നാമത് ഞാൻ പറഞ്ഞു ഹല്ലേലൂയ ദൈവം നോഹയുടെ കാലത്ത് നോഹയുടെ പുത്രന്മാരിലൂടെ അനേകർ ചിതറി പല ഭാഗങ്ങളിലേക്ക് പോകുവാനിടയിൽ തീർന്നു. രണ്ടാമത് പറയാനിടയിൽ തീർന്നു ഹല്ലേലൂയ ബാബേൽ ഗോപുരം പണിത് ബാബേൽ ഗോപുരത്തിൽ ഈ ഗോപുര ഭക്തിയായിട്ട് അവിടെ ആരാധിച്ചുകൊണ്ടിരുന്നവരെ ഗോപുരം കണ്ട് പേരും പെരുമയും നിലനിർത്താമെന്ന് കരുതി ഗോപുര ഭക്തി അതിനുവേണ്ടി സ്ഥാപിച്ച ഗോപുരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് അവരെ ദൈവം ചിതറിപ്പാനിടയിൽ. മൂന്നാമത് അബ്രഹാമിൻ്റെ യാഗപ്പശക നിമിത്തം ചിതറിച്ചവരെ ദൈവം എല്ലാവരെയും ഭൂതലത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ദൈവം മടക്കി വരുത്തും എന്നുള്ളതാകുന്നു ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഹിന്ദുക്കളായിരുന്നാലും നമ്മൾ ക്രിസ്ത്യാനി ആയിരുന്നാലും ബൗദ്ധനായിരുന്നാലും ജൈനനായിരുന്നാലും പാർസിയായിരുന്നാലും സിഖുകാരനായിരുന്നാലും സിംഗാളനായിരുന്നാലും ഭൂതലത്തുള്ള ഏത് വംശക്കാരനായിരുന്നാലും ഏത് ദേവനെ പ്രതിഷ്ഠിച്ച് ഏത് ആചാര അനുഷ്ഠാനങ്ങളിൽ അകപ്പെട്ടിരുന്നാലും അവൻ്റെ പൂർവ്വ പിതാവ് അബ്രഹാമാണ്. അബ്രഹാമിൻ്റെ സന്തതിയാകുന്നു ഹല്ലേലൂയ ഭൂതലത്തൊക്കെ ചിതറിപ്പാർക്കുന്നത്. ഹല്ലേലൂയ ആമേൻ. അവരെയൊക്കെയും എല്ലാവരെയും ദൈവം കർത്താവ് മടക്കി വരുത്തും എന്നുള്ളതാകുന്നു. നമ്മൾ ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ നമ്മൾ ലോകത്തിലേക്ക് നോക്കിയാൽ ലോക സംഭവങ്ങളെ നോക്കിയാലുണ്ടല്ലോ ഹല്ലേലൂയ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഇന്ത്യയിൽ നിന്ന് ഒത്തിരി പേര് നമ്മുടെ ക്രിസ്തുമതം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആരാണ് ഇന്ത്യക്കാരാരാണ്? ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഹൈന്ദവ മതക്കാരാണ്, ഹൈന്ദവരാണ്. എന്നാൽ ഹൈന്ദവ മതത്തിൽ നിന്ന് ഒത്തിരി പേര് ജീവനായകന് സൃഷ്ടാവിനെ രുചിച്ചറിഞ്ഞിട്ട് ഒത്തിരി പേര് ദൈവത്തിങ്കിലേക്ക് കർത്താവിങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് ഇന്ത്യയിലെ ഹൈന്ദവ ആചാര്യന്മാരും അനുഷ്ഠാനമൊക്കെ നടത്തുന്നവർ അവർ ഒത്തിരി പേര് ഹൈന്ദവ മാർഗത്തിൽ നിന്ന് ക്രിസ്തീയ മാർഗത്തിലേക്ക് പോകുന്നത് കൊണ്ട് ക്രിസ്ത്യാനികളുടെ പള്ളികളേക്ക് അടിച്ചു തകർക്കണം, ക്രിസ്ത്യാനി ഇനി പാടില്ല. വടക്കേ ഇന്ത്യയിലേക്ക് ചെന്നാൽ എന്താ സംഭവിക്കുന്നത്? വടക്കേ ഇന്ത്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനിക്ക് പള്ളിയൊക്കെ വെച്ച് ഇതുപോലെ ആളുകളെയൊക്കെ ഇങ്ങോട്ട് ചേർക്കുന്നത് ക്രിസ്തുവിൻ്റെ ഭാഗത്തേക്ക് ചേർക്കുന്നത് കൊണ്ട് അവരെ പള്ളികൾക്ക് സ്വാതന്ത്ര്യമില്ല. പാസ്റ്റർമാരെ അടിക്കുന്നു, കന്യാസ്ത്രീമാരെ അടിക്കുന്നു, അച്ഛന്മാരെ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു, അവരെ കൊല്ലുന്നു. അങ്ങനെ അവരെ വിട്ടാൽ പറ്റത്തില്ല. വിട്ടുകഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ മുഴുവനും ക്രിസ്ത്യാനിയായി തീരും എന്നവർക്ക് പേടി കൊണ്ട് അവരെ ഹല്ലേലൂയ വിപ്ലവങ്ങൾ അഴിച്ചുവിട്ട് അക്രമങ്ങൾ അഴിച്ചുവിട്ട് ഒത്തിരി പേരെ ക്രിസ്ത്യാനികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ ഉപദ്രവിച്ചാലും ആമേൻ ഈ ജനം അബ്രഹാമിൻ്റെ പുത്രന്മാരാണ്, പിതാവിങ്കിലേക്ക് പോകേണ്ടി വരും. ഹല്ലേലൂയ. അതേപോലെ ഇസ്ലാം വംശത്തിൽപ്പെട്ടവർ ഇസ്ലാം വംശത്തിൻ്റെ പൂർവ്വപിതാവ് എന്ന് പറഞ്ഞ അബ്രഹാമാകുന്നു. ഇസ്ലാം വംശത്തിൻ്റെ പൂർവ്വപിതാവ് ഇസ്മായിലിൻ്റെ അപ്പൻ്റെ പേരാകുന്നു അബ്രഹാം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഹല്ലേലൂയ ഭൂതലത്തിൽ നോക്കിയാൽ ഇസ്ലാം വംശക്കാര്
മുസ്ലിമുകള് ആമേൻ ജീവനായകനെ തിരിച്ചറിഞ്ഞിട്ട് ഒത്തിരി പേര് ക്രിസ്തീയ മാർഗത്തിലേക്ക് അവരുടെ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് അവര് ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിന്റെ പാതയിലേക്ക് ഒത്തിരി പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗൾഫ് നാടുകളിൽ ഒത്തിരി പേര് ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അടുത്ത കാലത്തായി വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അല്ലെങ്കിൽ സൗദി അറേബ്യ ഒന്നടങ്കം ക്രിസ്തു മതം സ്വീകരിച്ചു, ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചുവെന്ന് കേൾക്കുകയാണ്. ആമേൻ. തങ്ങളുടെ ഇസ്ലാം മതം ഉപേക്ഷിച്ചു. തങ്ങളുടെ ഇസ്ലാം ഒന്നുമല്ല, അതുപോലെ ഹിന്ദു മതം ഒന്നുമല്ല, ആമേൻ, ഹല്ലേലൂയ, ജൈന മതം ഒന്നുമല്ല, പാർസി മതം ഒന്നുമല്ല, സിഖ് മതം ഒന്നുമല്ല, ക്രിസ്തു മതം. ആമേൻ. ക്രിസ്ത്യാനികൾ, ഹല്ലേലൂയ, ക്രിസ്തീയ മാർഗം ഇത് അബ്രഹാമിൻ്റെ മാർഗമാണ്. ഹല്ലേലൂയ. അത് രുചിച്ചറിഞ്ഞിട്ട് ഒത്തിരി പേരാണെന്ന് ക്രിസ്തുവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഈ അടുത്ത കാലത്തായിട്ട് ഇറാനിലേക്ക് നോക്കിയാൽ ഇറാനിൽ ഇപ്പോൾ വലിയ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ വലിയ വംശീയ കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇസ്ലാം ആമേൻ ഭരണാധികാരികൾ അടിച്ചേൽപ്പിച്ചിരുന്ന മത ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഹല്ലേലൂയ, മതക്കോടുകൾ അതിനെ പൊളിച്ച് ആമേൻ ഹല്ലേലൂയ അവർ പറയുന്നത് ഇസ്ലാമിൽ നിന്ന് ആരും ക്രിസ്തീയ മാർഗത്തിലേക്ക് പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം. മതക്കോടുകളെ അടിച്ചമർത്തി ഇട്ടിരിക്കുന്ന അടിമത്വത്തിൽ വെച്ചിരിക്കുന്ന അനുഭവം, ഈ അടിമത്വം വിട്ട് നിങ്ങൾ പുറത്തു പോകരുത്. അത് ക്രിസ്തീയ മാർഗം എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മളെ എല്ലാവരെയും ഭൂസീമവാസികളെ മുഴുവനും സ്വതന്ത്രരാക്കി വച്ചിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യ, ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം തിരിച്ചറിഞ്ഞവരാകുന്നു ഈ മതക്കൂടുകളിൽ നിന്ന് പുറത്തു വരുന്നത്. ഹല്ലേലൂയ. ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ ഇറാഖിലല്ല ഇറാനിൽ വലിയ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇറാൻകാരെന്ന് പറയുന്നത് ഇറാൻകാരുമായിട്ടല്ല, അവിടെ മതഭരണകൂടവും ഹല്ലേലൂയ സ്വത്രം സമാധാന കാംക്ഷികളാകുന്ന മറ്റ് ഇസ്രായേൽ, അമേരിക്ക ഇങ്ങനെയുള്ളവരുമായിട്ട് യുദ്ധത്തിലാണ്. എന്തിനെന്ന് ചോദിച്ചാൽ അവിടെ ഭീകരപ്രവർത്തനം നടത്തുന്നത് കൊണ്ട് ഹല്ലേലൂയ ഇസ്ലാമികർ തങ്ങളുടെ മതത്തെ അടിച്ചമർത്തി ജനത്തെ അമർത്തി വരുന്നതുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളുടെ നടുവിലാണ്. ഹല്ലേലൂയ. ഈ അടുത്ത കാലത്തായിട്ട് ഒത്തിരി പേരെ ഇങ്ങനെ തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, മതക്കോടുകളിൽ മതാചാരങ്ങളിൽ അമർച്ച ചെയ്യാൻ സാധ്യമല്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് ഇറാൻകാർ ഒത്തിരി പേര് അവിടെ സമരം ചെയ്യുവാനിടയായിരുന്നു. അവിടുത്തെ ഭരണാധികാരികളോട്, ഭരണത്തോട്, ആ ഗവൺമെൻറ്റിനോട് ഹല്ലേലൂയ സമരം ചെയ്യുവാനിടയെത്തിയിരുന്നു. അവരെ അങ്ങനെ ആ ഗവൺമെൻറ്റുകളോട് സമരം ചെയ്ത ഇസ്ലാം മത ആചാരപ്രകാരമുള്ള ഗവൺമെൻറ്റിനോട് സമരം ചെയ്തവരൊക്കെ ഒത്തിരി പേരെ വെടിവെച്ച് കൊല്ലുവാനിടയെത്തിയിരുന്നു. പിന്നെയും ഒത്തിരി പേര് തൂക്കുമരത്തിൽ കയറ്റുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുവാനിടയെത്തിയിരുന്നു. ഹല്ലേലൂയ. അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇടപെട്ടത് കൊണ്ട് അവരെ ഒന്നും കൊന്നില്ല, അല്ലെങ്കിൽ അവർ കൊന്നുകളയും. അങ്ങനെയുള്ളവരാണ്. അവർ പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യും. അവർ ഒത്തിരി പേര് കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞ സാരാംശം എന്ന് പറയുന്നത് ആ ഇറാനിൽ ഒത്തിരി പേര് നമ്മുടെ ക്രിസ്തീയ മാർഗം സ്വീകരിച്ചു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. അവിടെ ഇപ്പോൾ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം എന്ന് പറഞ്ഞാൽ ഭൂതലത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ഞാൻ പറഞ്ഞു വരുന്നത് അബ്രഹാമിൻ്റെ മക്കൾ, സാറയുടെ മക്കളായിരുന്നാലും ഖാഗറിൻ്റെ മക്കളായിരുന്നാലും കെതൂറിയുടെ മക്കളായിരുന്നാലും ഭൂതലത്തിൻ്റെ ഏത് ഭാഗത്ത് എവിടെ പോയി ഒളിച്ചാലും, ഏത് ജാതി വർണ്ണ ഭാഷ ഗോത്രങ്ങളിൽ ഇപ്പം അഭയം പ്രാപിച്ചാലും, വേറെ എത്ര ദേവന്മാരെ സ്ഥാപിച്ചാലും, അതിന് അടിമകളായിരുന്നാലും ആ അടിമത്തത്തിൽ നിന്ന് കർത്താവ് അവരെയൊക്കെയും മോചിപ്പിച്ചു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഒത്തിരി പേര് ആ ക്രിസ്തു പകർന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു ഓരോരുത്തരെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി മനുഷ്യര് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ മത്തായി സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, മത്തായി സുവിശേഷം
വായിക്കുമ്പോൾ മത്തായി സുവിശേഷം 1:17 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. അല്ലെങ്കിൽ അങ്ങനെ അബ്രഹാമിനെ ഞാൻ കുറിച്ച് പറയാം. അബ്രഹാമിനെ കുറിച്ച് എന്താ പറഞ്ഞത്? വിശ്വാസികളുടെ പിതാവാകുന്നു അബ്രഹാം എന്ന് പറയുവാനിടയിരുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചു അങ്ങനെയാകുന്നു അവൻ വിശ്വാസികളുടെ പിതാവായി തീരുവാനിടയെത്തുന്നത്. അങ്ങനെ അബ്രഹാമിൻ്റെ പരമ്പരയിലൂടെയാകുന്നു അവൻ യേശു ജനിപ്പാനിടയുന്നത്. യേശു ലോകത്തിൻ്റെ രക്ഷകനാകുന്ന യേശു ഈ ലോകത്തിൽ അവതരിപ്പാനിടയെത്തുന്നത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അവിടെ മത്തായി സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ 1:17 വായിച്ചാട്ടെ ഒരാള്. അങ്ങനെ അവിടെ പറയപ്പെടുന്ന ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവോളം 14, ഇങ്ങനെ ഹല്ലേലൂയ 42 തലമുറ. അബ്രഹാം മുതൽ യേശു വരെ ഉള്ള കാലഘട്ടം, യേശു ജനിക്കുന്നത് വരെ, യേശു ദൈവപുത്രനായി ഈ ലോകത്തിൽ അവതരിച്ചതുവരെയുള്ള കാലഘട്ടം 42 തലമുറകൾ കടന്നു പോയപ്പോഴാകുന്നു യേശു ഭൂതലത്തിൽ ഹല്ലേലൂയ ഭൂജാതനാക്കുവാനിടയിൽ തീർന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് അബ്രഹാമിന്റെ മകനാണ്. അബ്രഹാമിന്റെ രക്തത്തിലൂടെ, ആമേൻ, അബ്രഹാമിന്റെ വംശ പാരമ്പര്യത്തിലൂടെയാകുന്നു ജഡപ്രകാരം യേശു ലോകത്തിൽ അവതരിച്ചത്. യേശു ആത്മപ്രകാരമാണ് ജനിച്ചത് എങ്കിൽ തന്നെയും ആമേൻ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ശരീരം വേണമല്ലോ. ആ ശരീരം ആമേൻ അബ്രഹാമിന്റെ സന്തതിയിലൂടെ, ഒന്നാമത്തെ ആമേൻ ഭാര്യയാകുന്ന സാറയുടെ സന്തതിയിലൂടെയാകുന്നു. സാറായുടെ സന്തതിയിൽപ്പെട്ടവരാകുന്നു അബ്രഹാം. ആമേൻ സാറയുടെ ഭർത്താവാകുന്നു അബ്രഹാമിന്റെ പാരമ്പര്യത്തിലാകുന്നു. ഹല്ലേലൂയ. പാരമ്പര്യത്തിൽ മാത്രമല്ല വംശാവലിയിൽ അത് യേശു ജനിപ്പാനിടയിൽ തീർന്നു. എന്നാൽ അബ്രഹാമിന്റെ രണ്ടാമത്തെ ഭാര്യയായിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ഹാഗറിന്റെ ഇസ്ലാം വംശക്കാർ മുഴുവനും ആ വംശത്തിൽപ്പെട്ടവർ. മൂന്നാമത് പറഞ്ഞത് ആമേൻ കെതൂറുടെ വംശങ്ങൾ. നമ്മളൊക്കെ കെതൂറുടെ വംശങ്ങളാകുന്നു. കെതൂറുടെ പുത്രിപുത്രന്മാരിലുള്ള വംശങ്ങളാകുന്നു നമ്മൾ ഓരോരുത്തർ. അങ്ങനെ ചൈനയായിരുന്നാലും ഒക്കെ ഇങ്ങനെയൊക്കെ ആകുന്നു. ഇങ്ങനെയാണെങ്കിൽ തന്നെയും പ്രൈസ് ദി ലോർഡ് നമ്മളെല്ലാവരും ആമേൻ ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് പറയുന്ന ഞാൻ ഇത് വിവരിക്കുന്ന സാരാംശം എന്ന് പറയുന്നത്, നമ്മളിവിടെ കുറച്ച് പേരൊക്കെ ഈ ഹല്ലേലൂയ ചരിത്രം കേൾക്കുന്നുണ്ട് എങ്കിൽ തന്നെയും നമ്മുടെ ഈ ചരിത്രം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അറിയേണ്ടതുണ്ട്. ഒത്തിരി പേര് അറിയേണ്ടതുണ്ട്. ഹൈന്ദവ വംശക്കാർക്ക്, ഹൈന്ദവ സഹോദരന്മാർക്ക് നമ്മുടെ പൂർവ്വ പിതാവാരെന്ന് കുറിച്ച് അവർക്കറിയത്തില്ല. ഇസ്ലാം വംശക്കാർക്ക് അവരോട് ചോദിച്ചാൽ അവർ പറയും ഹല്ലേലൂയ അബ്രഹാം ഉണ്ടെങ്കിൽ തന്നെ ദൈവത്തെ അംഗീകരിക്കുന്നില്ല. അബ്രഹാമിന്റെ ദൈവത്തെ അവൻ അംഗീകരിക്കുന്നില്ല. ഹല്ലേലൂയ, അബ്രഹാമിന്റെ ദൈവത്തെ അംഗീകരിക്കുന്നില്ല. എന്നാൽ ക്രിസ്തീയ വംശത്തോട് ചോദിച്ചാൽ നിങ്ങളുടെ പൂർവ്വപിതാവാരെന്ന് ചോദിച്ചാൽ അബ്രഹാം എന്ന് പറയും. അബ്രഹാമിന്റെ ദൈവമാരെന്ന് ചോദിച്ചാൽ സൈനികടകോ എന്ന് പറയും. സൈനികയുടെ പുത്രനാരെന്ന് ചോദിച്ചാൽ യേശു എന്ന് പറയും. ക്രിസ്ത്യാനിക്ക് അറിയാം. എന്നാൽ ആമേൻ മുസ്ലിമുകൾക്ക് അറിയാമെങ്കിൽ തന്നെ ഒത്തിരി പേര് അവരെ അമർച്ച ചെയ്തു വെച്ചിരിക്കുകയാണ് ക്രിസ്തു മതത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി. ക്രിസ്തു മതത്തെക്കുറിച്ച്, ക്രിസ്തീയ മാർഗത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് അങ്ങോട്ട് പോയി കളയാൻ വേണ്ടി ഒരുപാട് തടസ്സമാണ് ഇപ്പോൾ അവിടെ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എന്നാൽ ഹൈന്ദവ മതക്കാർക്ക് യാതൊരു അറിവുമില്ല. അവിടെ മുക്കിന് ദേവന്മാരെ സ്ഥാപിച്ച് ഞങ്ങളെല്ലാവരും ഇന്ന് ഹൈന്ദവ മതക്കാർ. അതേപോലെയാണ് ചൈനക്കാര് ഒത്തിരി സമൃദ്ധിയുടെ നടുവിലാണ്. അവിടെ ദേവൻ വേണ്ടെന്ന് പറഞ്ഞാണ് അവരവിടെ പാർക്കുന്നത്. ഞങ്ങൾ തന്നെയാണ് ദേവൻ. ഞങ്ങളുടെ ഗവൺമെന്റിൽ ഞങ്ങളുടെ ഭരണാധികാരികൾ തന്നെ ദേവൻ. അവരെല്ലാം സമൃദ്ധി ഉള്ളതുകൊണ്ട് അവരങ്ങനെ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, എവിടെ എങ്ങനെയൊക്കെ ആയിരുന്നാലും പ്രൈസ് ദി ലോർഡ് ആമേൻ തലാമേൻ ഇവിടെ നമ്മുടെ ലോകത്തിൻ്റെ രക്ഷകൻ ആമേൻ പിറക്കുന്ന ഭൂജാതനാകുന്നത് ഇവിടെ അബ്രഹാമിൻ്റെ പരമ്പരയിലൂടെയാണ്. ഞാൻ പറഞ്ഞവൻ്റെ സാരാംശം എന്ന് പറഞ്ഞാൽ ഭൂതലത്തിൽ പാർക്കുന്ന സകല ഭാഷ വർണ്ണ ഗോത്രങ്ങളിൽപ്പെട്ടവർ, ജൈനനായിരുന്നാലും പാർസിയായിരുന്നാലും യഹൂദനായിരുന്നാലും യവനനായിരുന്നാലും സിഖുകാരനായിരുന്നാലും ബൗദ്ധനായിരുന്നാലും ആരായിരുന്നു പാർസിയായിരുന്നാലും ഏത് ദേവനെ താൽക്കാലികമായിട്ട് വെച്ചിരുന്നാലും ഒടുവിൽ ദൈവത്തിങ്കിലേക്ക് വന്നേ പറ്റൂ. മടങ്ങി വരും ദൈവം, എല്ലാവരെയും മടക്കി വരുത്തും. ഇവിടെ നമ്മൾ ഒന്നാമത് വായിച്ചു, ദ്വീപുകളിൽ അവനെ പ്രസ്താവിപ്പിൻ എന്ന് പറഞ്ഞു. ദ്വീപുകൾക്കറിയ വംശങ്ങൾക്കൊന്നും അറിയത്തില്ല നമ്മുടെ പൂർവ്വ ദൈവം ആരാണെന്ന് അറിയത്തില്ല. അതൊക്കെ ദ്വീപുകളിലും രാജ്യങ്ങൾക്ക് പ്രസ്താവിപ്പിൻ എന്നാണ് പറയുന്നത്. അവരെല്ലാവരും മടങ്ങി വരേണ്ട സമയമാണ്. ഒത്തിരി പേര് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മൾ ഒന്നാമത്തെ ഇരമ്യ പ്രവാചന പുസ്തകം ഒന്ന് വായിച്ചട്ടെ, ഒന്നുകൂടി വായിച്ചട്ടെ. അത് നമ്മൾ വായിച്ച ഭാഗം ഇരമ്യ പ്രവാചനം 31:10. ജാതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ, ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പീൻ. ഇസ്രായേലിനെ ചിതറിപ്പിച്ചവൻ അവനെ
കൂട്ടിച്ചേർത്തു. മതി. ഇസ്രായേലിനെ ചിതറിച്ചവൻ കൂട്ടിച്ചേർത്തു. എങ്ങനെയാണ് കൂട്ടിച്ചേർത്തത്? ഹല്ലേലൂയ. ഇന്ന് ലോകത്തിന്റെ ഏത് വർണ്ണഭാഷ ഗോത്രങ്ങളിൽപ്പെട്ടവരായിരുന്നാലും ആമേൻ മടങ്ങി വരുന്നവർ, ആമേൻ മടങ്ങി, നമ്മളൊക്കെ ഓരോരുത്തരും മടങ്ങി വന്നവരാണ്. നമ്മൾക്ക് ഒത്തിരി ജാതി വർണ്ണഭാഷ ഗോത്രങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഒത്തിരി പാരമ്പര്യമൊക്കെ പറയാനുണ്ട്. നമ്മൾ മടങ്ങി വന്നവരാണ്. അവൻ മടക്കി വരുത്തി. എങ്ങനെ വരുത്തി? ക്രിസ്തുവിലൂടെ മടക്കി വരുത്തി. ക്രിസ്തു പാപികൾക്ക് വേണ്ടി സാമേൻ ഭൂതലത്തില് ചിന്നിപ്പാർക്കുന്ന ഭൂസീമവാസികളുടെ, ഭൂതരവാസികളുടെ പാപത്തിന് പരിഹാരമായി യേശു ലോകത്തിൽ അവതരിച്ചു. അവൻ തൻ്റെ ജീവനെ അർപ്പിച്ചു. തനിക്ക് ആമേൻ ഒത്തിരി ചിതറിപ്പാർക്കുന്ന, ഒത്തിരി പാപങ്കവും ഒത്തിരി ഹല്ലേലൂയ അകൃത്യമൊക്കെ ചെയ്ത് ഒത്തിരി ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ ചേർത്തെടുക്കുവാൻ വേണ്ടിയാണ് കർത്താവ് യേശു ലോകത്തിൽ വരുവാനിടയായിരുന്നത്. അവരുടെ യേശു ലോകത്തിൽ വന്ന് അവരുടെ പാപങ്ങളെയൊക്കെ കഴുകി വീണ്ടും അവരെ തൻ്റെ മക്കളാക്കി തീർത്തു. അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇപ്പൊ നമ്മളെല്ലാം പാപമോചനം നൽകി യേശു വീണ്ടും രക്ഷിച്ച് മടക്കി വരുത്തി വെച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞു. വചനം വായിച്ചാൽ ഒന്നുകൂടി വായിച്ചാലും, ജാതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ, ദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പി. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടി. ഇസ്രായേലിനെ ചിതറിച്ചവൻ, ഇസ്രായേൽ വംശത്തിൽ നിന്നാണ് നമ്മളൊക്കെയും ചിതറിപ്പോയത്. അവരെ ഒക്കെയും കൂട്ടിച്ചേർത്തു, ക്രിസ്തുവിൽ കൂട്ടിച്ചേർത്തു. ഇസ്ലാം വംശത്തിൽ നിന്നായിരുന്നാലും, യഹൂദന്മാരായിരുന്നാലും, ക്രിസ്തീയ വംശങ്ങളായിരുന്നാലും, ഹൈന്ദവ വംശമായിരുന്നാലും, ജൈനൻ, പാർസി, സിഖ്, ഏത് വംശത്തിൽ നിന്നാൽ അവനെയൊക്കെ കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുകയാണ്. മടങ്ങി വന്നാൽ രക്ഷിക്കപ്പെടും, മടങ്ങി വന്നില്ലെങ്കിൽ നശിച്ചു പോകും. കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുകയാണ്. ചേർക്കും എന്നുള്ളതല്ല, ചേർത്തു. യേശു പുതിയ നിയമത്തിലൂടെ ആമേൻ ചേർത്തു വച്ചു. ഹല്ലേലൂയ. സകല വംശങ്ങളും അതുകൊണ്ട് ഈ ശബ്ദം കേട്ട്, ദൈവശബ്ദം, ദൈവവചനം കേട്ട് മടങ്ങി വരണമെന്നാകും ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. മടങ്ങി വന്നാൽ നമ്മളൊക്കെ രക്ഷിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. മടങ്ങി വന്നാൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അബ്രഹാമിനോട് എന്താ പറഞ്ഞത്? അബ്രഹാമിനോട് പറഞ്ഞു, നീ ആ വചനം വായിച്ചാലും അബ്രഹാമിനോട് പറഞ്ഞു, 12-ന്റെ 1, 2, 3 വചനങ്ങൾ. അങ്ങനെ മടങ്ങി വരുന്ന വംശങ്ങൾ, ഭാഷകൾ, ഗോത്രങ്ങൾ ആരൊക്കെ മടങ്ങി വന്നാലും അബ്രഹാമിന് ദൈവം സിദ്ധിച്ച ആ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭവനായി തീരും. ആ അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെയും അവർ പ്രാപിച്ചെടുക്കുവാനിടയിൽ തീരും. മുസ്ലിമായിരുന്നാലും, ഹൈന്ദവരായിരുന്നാലും, ജൈനരായിരുന്നാലും, പാർസിയായിരുന്നാലും, സിംഹാളനായിരുന്നാലും, ഏത് വർണ്ണഭാഷ ഗോത്രത്തിലുള്ളവനായിരുന്നു തൻ്റെ പിതാവായ, തങ്ങളുടെ പിതാവാകുന്ന അബ്രഹാമിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ, അബ്രഹാമിൻ്റെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ അബ്രഹാമിന് കൈമാറിയ അനുഗ്രഹമൊക്കെ അവർ പ്രാപിച്ചെടുക്കുവാനിടയിൽ തീരും. അബ്രഹാമിൻ്റെ അനുഗ്രഹം സാറയുടെ മക്കൾക്ക് മാത്രമല്ല. ഹല്ലേലൂയ. രണ്ടാമത്തെ ഭാര്യയുടെ പേരെന്താണ്? ഖാഗറിന്റെ മക്കൾക്ക് മാത്രമുള്ളതല്ല, കെതൂറിന്റെ മക്കൾക്ക് മാത്രമുള്ളത്, എല്ലാവർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊക്കെ ചിന്തിക്കുന്നത് സാറയുടെ മക്കൾക്ക് മാത്രമാണുള്ളതെന്ന അനുഗ്രഹം. അല്ല, സാറയുടെ മക്കൾക്ക് മാത്രമല്ല, ഖാഗറിന്റെ മക്കൾക്കും അനുഗ്രഹമുണ്ട്, കെതൂറിന്റെ മക്കൾക്കും ഉണ്ട്. മടങ്ങി വരണം. മടങ്ങി വന്നാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1-2 വചനങ്ങൾ വായിക്കുമ്പോൾ പിന്നെയും എന്താവും അവിടെ പറയപ്പെടുന്നത്? അബ്രഹാമിനോട് അരുളി ചെയ്തത് 2 മുതൽ 2 മുതൽ വായിച്ചാൽ മതി. ഞാൻ നിന്നെ വലിയൊരു ജാതി, ദൈവം പറയാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അവിടെ പറയുന്നത് അവൻ നിന്നെ അനുഗ്രഹിക്കുന്ന അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ദൈവം പറയാണ്, അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നവരെ. ഇന്ന് ഒത്തിരി പേര് അബ്രഹാമിനെ അനുഗ്രഹിക്കുവോ? ഹിന്ദുക്കള് അബ്രഹാമിനെ തിരിച്ചറിയുന്നുണ്ടോ? അബ്രഹാമിന്റെ ദൈവത്തെ തിരിച്ചറിയുന്നുണ്ടോ? അബ്രഹാമിന്റെ സന്തതികളാകുന്നു ഇസ്രായേൽ മക്കൾ, ഇസ്രായേല്യർ. അവരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിച്ചു വച്ചിരിക്കുന്നു എന്ന് ആരെങ്കിലും സമ്മതിക്കുവോ? അങ്ങനെ സമ്മതിച്ചാൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവനെന്നാണ്.
ഇസ്രായേൽ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് മറ്റൊരു ജാതി വംശത്തിൽപ്പെട്ടവൻ ചിന്തിച്ചാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, ചിന്തിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഒരു ഹൈന്ദവ മതക്കാരനാണ് ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, അബ്രഹാമിന്റെ സന്തതികൾ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് ചിന്തിച്ചാൽ, പറഞ്ഞാൽ, അവർ അനുഗ്രഹിക്കപ്പെട്ടവർ പറഞ്ഞാൽ, ഹല്ലേലൂയ, ഹൈന്ദവനായിരുന്നാലും ജൈനരായിരുന്നാലും പാർസി ആയിരുന്നാലും സിഖ് ആയിരുന്നാലും ഹല്ലേലൂയ അറബി ഹല്ലേലൂയ ഇസ്ലാം ആയിരുന്നാലും അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. നേരെ മറിച്ച് ഹല്ലേലൂയ അബ്രഹാമിന്റെ സന്തതികൾ ശപിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ യേശുവേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നേരെ മറിച്ച് ആമേൻ അബ്രഹാമും ഇസഹാക്ക് യാക്കോബ് അവർ ശപിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ പറയുന്നവരൊക്കെ ശപിക്കപ്പെട്ടവർ. അവനെ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയണം. അബ്രഹാമിന്റെ ദൈവം അനുഗ്രഹിക്കപ്പെട്ടവൻ, അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവൻ, ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടവൻ, യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടവൻ, തലമുറയെ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറയുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവൻ. അവനെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഇസ്ലാം ആയിരുന്നാലും ഹൈന്ദവനായിരുന്നാലും ബൗദ്ധനായിരുന്നാലും ജൈനനായിരുന്നാലും പാർസി ആയിരുന്നാലും സിഖ് ആയിരുന്നാലും സിംഗാളനായിരുന്നാലും അവൻ ശപിക്കപ്പെട്ടവൻ. അവന്റെ മേല് നമ്മൾ ശപിക്കപ്പെട്ടവരല്ല. നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം, അബ്രഹാമിലേക്ക് വരണം, അബ്രഹാമിന്റെ ദൈവത്തിലേക്ക് വരണം. അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനിടയെ തീരും. അങ്ങനെ മടങ്ങി ഒത്തിരി പേര് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന് നടുവിലാണ് ആമേൻ ഹൈന്ദവ ദേശത്തിൽ നിന്ന് ഒത്തിരി പേരാണ് ഇത് ആളുകളിൽ ക്രിസ്തുവിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. നമ്മൾ ദൈവത്തിന്റെ ജനമാണ്. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമല്ല, ക്രിസ്തീയ രാഷ്ട്രമാണ്. അബ്രഹാമിന്റെ മക്കളാകുന്നു ഇന്ത്യ. ഒത്തിരി മതാചാര്യന്മാർ ഒത്തിരി പേര് എന്നോട് ചിലതൊക്കെ തർക്കിക്കുവാൻ വേണ്ടി വരും. പക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ ഒത്തിരി പേര് ഒരാളിങ്ങനെ തർക്കിക്കുവാൻ വന്നു. ഞാൻ അടുത്ത സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചപ്പോൾ പിന്നെ അയാളാണ് സ്റ്റോപ്പായി കളഞ്ഞു. ഞാനിങ്ങനെ എഴുതി ഇന്ത്യ ക്രിസ്തീയ രാജ്യം എന്ന് എഴുതി. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു ഇന്ത്യ ഹിന്ദു രാഷ്ട്രം എന്ന് എഴുതി. ഇന്ത്യയിൽ 75% ഹിന്ദുക്കളാണെന്ന് എഴുതി. ഞാൻ അടുത്തെഴുതി ഇത് ദൈവത്തിൻ്റെ രാജ്യമാണെന്ന് എഴുതി. ഇത് അബ്രഹാമിൻ്റെ പുത്രന്മാരാണ്, നിങ്ങൾക്കൊന്നും അറിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞു. അതല്ലേ പിന്നെ ഇങ്ങോട്ട് മറുപടികളൊന്നും വന്നില്ല. കളി മാറുമെന്ന് മാറിയിട്ട് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് പിന്നെ മെസ്സേജ് അയച്ചില്ല. അല്ലേ അബ്രഹാമിന്റെ മക്കളാണ്, കെതൂറിന്റെ മക്കളാണ് നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തിൽപ്പെട്ട് എല്ലാവരും, എല്ലാ വംശങ്ങളും ഭാഷകളും ഗോത്രങ്ങളും. അബ്രഹാമിനെ അനുഗ്രഹിക്കപ്പെട്ടവൻ, അബ്രഹാമിന്റെ മക്കളാകുന്നു നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ അനുഗ്രഹം വരും, നമ്മുടെ മേൽ അനുഗ്രഹം വരും. അബ്രഹാമിന്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ട്. നമ്മുടെ കെതൂറിന്റെ അബ്രഹാമിന്റെ ഭാര്യ കെതൂറിന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അതിലൂടെ നമുക്ക് അനുഗ്രഹം ഉണ്ട്. ഇസ്ലാമിസ്റ്റുകൾ, ഇസ്ലാം മതക്കാര് ഹല്ലേലൂയ തങ്ങളുടെ പൂർവ്വ പിതാവായിരിക്കുന്ന ഇസ്മായിലിന്റെ അമ്മയുടെ പേരാണ് കാഗർ. സാറയുടെ അബ്രഹാമിന്റെ ഭാര്യയാണ്. അങ്ങനെ അബ്രഹാമിനെ അനുഗ്രഹിക്കപ്പെട്ടവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം വരുവാനായിട്ട്. അങ്ങനെ ഏത് ഭൂമിയിൽ ഭാഷകളിലായിരുന്നാലും അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവൻ ഹല്ലേലൂയ എന്ന് ചിന്തിച്ചുകൊണ്ടും വായിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഇങ്ങോട്ട് കയറി വന്നുകൊണ്ടിരിക്കും. പിന്നീട് നമ്മൾ ആരെയും ശപിക്കേണ്ടി വരത്തില്ല. നമ്മൾ ആരെയും ശപിക്കാതെ അനുഗ്രഹിക്കുന്നവരായിരിക്കുക. സകല ജാതി. അതുകൊണ്ടാണ് അടുത്ത വചനം പറയുന്നത്, അബ്രഹാമിനോട് പറഞ്ഞത് ഞാൻ അടുത്ത ലാസ്റ്റ് വചനം അതിന്റെ നിന്നാൽ അബ്രഹാമിനാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഹിന്ദുവും ജൈനരും പാർസിയും സിഖും ഇസ്ലാമും ക്രിസ്ത്യനും യഹൂദനും സകലരും അബ്രഹാമാണ് എല്ലാവരുടെയും പിതാവ്, വിശ്വാസികളുടെ പിതാവ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അതെ. അബ്രഹാമിനെ തിരിച്ചറിയണം. അബ്രഹാം നമ്മുടെ പൂർവ്വപിതാവ്, നമ്മുടെ അപ്പൻ, നമ്മളെ സൃഷ്ടിച്ച് വിട്ടവൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ ജീവിതമൊക്കെ അങ്ങോട്ട് മാറാൻ തുടങ്ങും. ഇന്ത്യ മഹാരാജ്യം ഇന്ന് ശാപത്തിന് കീഴിലാണ്. അപ്പനെ തിരിച്ചറിഞ്ഞുകൂടാതെ, സിട്ടാവിനെ തിരിച്ചറിഞ്ഞുകൂടാതെ കണ്ട കല്ലും കട്ടയും ഒക്കെ ദേവന്മാരാക്കി വെച്ച് തോന്നിവാസം പോകുന്നത് കൊണ്ട് ഇന്ത്യ ശപിക്കപ്പെട്ടിരിക്കുകയാണ്.
ഈ ശാപം മാറണമെങ്കിൽ അബ്രഹാമിന്റെ ദൈവം അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയണം. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയണം. അബ്രഹാമിന്റെ പരമ്പരയിലുള്ള അനുഗ്രഹം ഉണ്ടെന്ന്, അവരുടെ മക്കളാണ് ഞങ്ങളുമെന്ന് നമ്മൾ ഏറ്റെടുത്ത് പറയണം. അബ്രഹാമിന്റെ ദൈവത്തെ നമ്മൾ ആരാധിച്ചു തുടങ്ങണം. അതോടുകൂടി നമുക്ക് സകല അനുഗ്രഹങ്ങളും ആമേൻ ഹല്ലേലൂയ നമുക്ക് ദൈവം സിദ്ധിക്കുവാൻ നമുക്ക് നൽകുവാനിടയെ തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ. ആയതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് അബ്രഹാമിനാൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഹിന്ദുവും യവനനും യഹൂദനും യവനനും അങ്ങനെ ഒത്തിരി എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. വേഗത്തിൽ നമുക്ക് വിരാമത്തിലേക്ക് കടന്നു ചെല്ലാം. അങ്ങനെ അനുങ്കാപാതയിലാകുന്ന ക്രിസ്തു ലോകത്തിലേക്ക് അവതരിപ്പാനിടയുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. വംശങ്ങൾ അബ്രഹാം മുതൽ 14 അങ്ങനെ 42 തലമുറകൾ കഴിഞ്ഞ് യേശു ലോകത്തിൽ വന്നു. യേശു ആമേൻ ഈ ലോകത്തിൽ വന്നു. ഹല്ലേലൂയ. ഈ ശാപഗ്രസ്തമായ ഭൂമിയിൽ, ഈ ശാപഗ്രസ്തമായ രാജ്യത്തിൽ ഹല്ലേലൂയ ഒട്ടനവധി പേര് രോഗത്തിലും ഭാരത്തിലും ക്ഷീണത്തിലും ഒക്കെ അകപ്പെട്ടിരിക്കുന്നവരെ രക്ഷിപ്പാനയിലോ യേശു ലോകത്തിൽ അവതരിപ്പാനിടയെ തീർന്നു. എല്ലാവരുടെ ജീവിതത്തിലും ശാപം മാറി, പാപം മാറി, എല്ലാവരുടെ ജീവിതത്തിലും അനുഗ്രഹം ഉണ്ടാകുവാൻ തക്കവണ്ണം അബ്രഹാമിന്റെ അനുഗ്രഹം, ദൈവൊരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ സിദ്ധിക്കുവാൻ തക്കവണ്ണം ആമേൻ കർത്താവ് ലോകത്തിൽ അവതരിപ്പാനിടയെ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിലും ആമേൻ ലോകത്തില് ആമേൻ ഹല്ലേലൂയ ആമേൻ നമ്മളെല്ലാവരെയും മടക്കി വരുത്തുവാനിടയെ തീർന്നു. അങ്ങനെ യേശുവിനെ അനുഗമിക്കുന്നവർ, നമ്മൾക്ക് യേശുവിനെ അനുഗമിക്കുന്നവരാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ വേഗത്തിൽ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഭൂമിയിൽ ഏതൊരു വർണ്ണമായിരുന്നാലും, ഏത് ഭാഷക്കാരനായാലും, ഏത് ഗോത്രക്കാരനായിരുന്നാലും നമ്മൾ അബ്രഹാമിലേക്ക് നമ്മൾ വരണം. അബ്രഹാമിന്റെ ദൈവത്തിങ്കിലേക്ക് നമ്മൾ വരണം. ഹല്ലേലൂയ ആമേൻ. നമ്മൾ മത്സരിക്കാതെ, നമ്മൾ ഹൈന്ദവൻ എന്ന് പറഞ്ഞ് മത്സരിക്കാതെ, ഞങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാം വംശക്കാരെന്ന് മത്സരിക്കാതെ, ഞങ്ങൾ ചൈനക്കാർ ബുദ്ധമതക്കാരെന്ന് പറഞ്ഞ് മത്സരിച്ച് നിൽക്കാതെ, പാർസികൾ എന്ന് പറഞ്ഞ് ആരെയാണ്? പേർഷ്യക്കാരെ. പാർസികളായിരുന്നു അവർ. പാർസി മതം അതിൽ നിന്നാകുന്നു ആമേൻ. പിന്നത്തേതിൽ അവിടെ മുസ്ലിമുകൾ ഇസ്ലാം കടന്നു വരുവാനിടയെ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇസ്ലാമിനെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലോകത്തിൽ ഒത്തിരി പേര് ഹൈന്ദവമതം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂതലത്തിലുള്ള ഈ മതങ്ങളൊന്നും നമ്മളെ രക്ഷിക്കത്തില്ല. യേശു പുതിയൊരു മാർഗം നമുക്ക് നൽകുവാനിടയെ തീർന്നു. ആ മാർഗത്തെ നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാം. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തു ലോകത്തിൽ ആമേൻ കടന്നു വന്നു. ഒത്തിരി പേര് രക്ഷിപ്പാനിടയെ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര പേരുന്ന് സന്തോഷിക്കുന്നുണ്ട് ദൈവമക്കളെ. ഈ വചനങ്ങളൊക്കെയും ദൈവാത്മാവ് നമുക്ക് നൽകുവാനിടയെ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒത്തിരി പേര് ഒത്തിരി അവരുടെ മതാചാരങ്ങളെ ഉപേക്ഷിച്ച് കർത്താവിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെയും മടങ്ങി ചെല്ലണം. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഹല്ലേലൂയ ആചാര അനുഷ്ഠാനങ്ങളെയൊക്കെ വിട്ട് യേശുവിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ഭക്തൻ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ, യേശുങ്കലേക്ക് വാ പാപി എന്നൊരു പാട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മടങ്ങി വരും. അങ്ങനെ ഭൂതലത്തിൽ നിന്ന് ആരൊക്കെ മടങ്ങി വരുന്നോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെടുവാനിടയെ തീരും. അവര് ഒക്കെയും രക്ഷിക്കപ്പെടുവാനിടയെ തീരും. അവരൊക്കെയും രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാനിടയെ തീരും. ഇന്ന് പകൽക്കാലത്തിൽ അതേ കർത്താവെ ഞങ്ങളുടെ സഭയെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു തരികയാണ്. ഹല്ലേലൂയ. എന്നാൽ മറുത്തു മത്സരിക്കുന്നവർ, കേട്ടനുസരിക്കുന്നവർക്ക് അനുഗ്രഹവും, മറുത്തു മത്സരിക്കുന്നത് വാളിരീരയായി തീരുവാനിടയെ തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ ദൈവശബ്ദം കേട്ട് ഇവിടെ പ്രാരംഭത്തിൽ വായിച്ചതിൽ നമ്മൾ ദ്വീപുകളിൽ അവന്റെ ശബ്ദം, അവന്റെ വചനം ഘോഷിപ്പേൻ. ഈ ദൈവശബ്ദം കേട്ട് ഭാഷകളുടെ ഇടയിൽ, ഗോത്രങ്ങളുടെ ഇടയിൽ ഇത് പ്രസ്താവിപ്പേൻ എന്ന് പറയുവാനിടയെത്തുന്നു. ഈ ദൈവശബ്ദം കേട്ട് മടങ്ങി വരുന്നവൻ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്തിലെ കർത്താവേ അങ്ങയുടെ ശബ്ദം കേട്ട് ഞങ്ങൾ മടങ്ങി വന്നവരാണ്. നിന്റെ സഭ, നിന്റെ ആട്ടിൻകൂട്ടം മടങ്ങി വന്നവരാണ്. ഞങ്ങളെ പിന്നെയും അനുഗ്രഹിക്കണൊപ്പ. അങ്ങ് ഞങ്ങളുടെ ചിറകടിയിൽ സൂക്ഷിച്ചാലും പിന്നെയും ഏൽപ്പിച്ചു തരികയാണ്. യേശുവേ, അബ്രഹാമിൻ്റെ പുത്രന്മാരെ, മക്കളെക്കുറിച്ച്, മക്കളെക്കുറിച്ച് അബ്രഹാമിൻ്റെ ഒന്നാമത്തെ ഭാര്യ ഹല്ലേലൂയ സാറയെ കുറിച്ച് ഞങ്ങൾ ചിന്തിപ്പാനിടയിൽ തീർന്നു. രണ്ടാമത്തെ ഭാര്യ ഹല്ലേലൂയ ഖാഗറിനെ കുറിച്ച് ചിന്തിപ്പാനിടയിൽ തീർന്നു. മൂന്നാമത്തെ ഭാര്യ കെതൂറയെ കുറിച്ച് ചിന്തിപ്പാനിടയിൽ, അവരുടെ മക്കളെ കുറിച്ച് ചിന്തിപ്പാനിടയിരുന്നു. അവർ മക്കൾ പാർക്കുന്ന ഇടങ്ങളെ കുറിച്ച് ചിന്തിപ്പാനിടയിരുന്നു. എന്നാൽ ഈ മക്കളെ എവിടെയൊക്കെ ചിതറിക്കിടക്കുകയായിരുന്നെങ്കിലും അവരുടെ പൂർവ്വപിതാവ് അബ്രഹാമെന്ന് ഞങ്ങൾ വിവരിച്ചു പഠിക്കുവാനിടയിൽ തീർന്നു. അബ്രഹാമിന്റെ ദൈവമേ,
എന്ന് പകൽക്കാലത്തിൽ ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ, തലമുറയെ നമ്മെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ ദൈവമേ, തൻ്റെ മക്കളെ അനുഗ്രഹിച്ചാലും തൻ്റെ മക്കളുടെ ജീവിതത്തിലുള്ള എല്ലാ കർത്താവെ കഷ്ടപ്പാടുകളും മാറി അനുഗ്രഹമായി തീരട്ടെ. ഇന്ത്യ മഹാരാജ്യം ശാപഗ്രസ്തമായി കിടന്ന ഭൂമി ആമേ അനുഗ്രഹിക്കപ്പെട്ട ഭൂമിയായി തീരട്ടപ്പാ. ഇന്ത്യ മഹാരാജ്യം ഇനി മുതൽ ഹല്ലേലൂയ ആമേ ശാപഗ്രസ്തമായ ഭൂമിയല്ല, അബ്രഹാമിൻ്റെ മക്കൾ പാർക്കുന്ന ഇടം അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടപ്പാ. അവർ വിതയ്ക്കുമ്പോഴും കൊയ്യുമ്പോഴും അനുഗ്രഹമായി തീരട്ടപ്പാ. വിതയ്ക്കുമ്പോൾ 100 മേനി ലഭിക്കുമെന്ന് പ്രാർത്ഥനയോടുകൂടെ കൊയ്യുമ്പോൾ 100 മേനി ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവേ അബ്രഹാമിൻ്റെ ദൈവം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നുപ്പാ. എല്ലാ മക്കളെയും സമ്പൂർണ്ണമായി സമർപ്പണം ചെയ്യണം. ഞങ്ങളുടെ നഷ്ടങ്ങൾ, ഞങ്ങളുടെ വിഷയങ്ങളൊക്കെ മാറിപ്പോകട്ടെ. ഞങ്ങളുടെ നഷ്ടങ്ങൾ ലാഭമായി തീരട്ടെ. ഞങ്ങളുടെ കഷ്ടങ്ങൾ കർത്താവേ നൽതുണയായിരിക്കണമേ കർത്താവേ. യേശുവേ, ഞങ്ങളുടെ ക്ഷീണങ്ങൾ, ഞങ്ങളുടെ ഭാരങ്ങൾ, ഞങ്ങളുടെ രോഗങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവേ, അങ്ങയുടെ കരത്തിൽ എല്ലാവരും